ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചി ഉംറക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇടാണ്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് ബിസിയായി പോയി. ഇതുമ്മി ഉംറക്ക് പോണതിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഉമ്മിനെ യാത്ര അയക്കാനായിട്ട്. ഉംറക്ക് യാത്ര അയക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ഉംറ പറഞ്ഞ എല്ലാവരും നമ്മൾ ഉംറ പോണതിൻ്റെ അന്ന് തന്നെ വരാറുണ്ട്. അന്നല്ലെങ്കിൽ തലേന്നാണ് വരാറ്. കുറച്ച് പേരൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടിയുടെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോയാണ്. ഞാനിത് യൂട്യൂബിൽ ഇടാനായിട്ട് എടുത്ത വീഡിയോ അല്ല. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരുടെ മുഖമൊന്നും അങ്ങനെ കാണാൻ പറ്റാത്തത്. ഞാൻ വെർട്ടിക്കലായിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കാറും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കാറിൽ ഞാൻ, നൗഫൽ, ഉമ്മി, വാപ്ചി, അനീത്തി, അത് അത്രയും പേരായിരുന്നു ഞങ്ങളൊരു കാറിലുണ്ടായിരുന്നത്. ഇവർ ഉംറക്ക് പോകുന്നത് ഒരു പാക്കേജായിട്ടാണ്. ഉമ്മി പോകുന്നതിൻ്റെ കൂടെ ഉമ്മിയുടെ മാമാടെ മക്കൾ, അതുപോലെ ഉമ്മച്ചിയുടെ ഉമ്മാടെ അനീത്തി, അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. ഉമ്മി പോയ ഗ്രൂപ്പിൻ്റെ പേര് അൽ നജ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. വീട്ടിൽ ദുവാർക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ ചെന്നപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ഉസ്താദുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിനുള്ള ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും അവിടെ നിന്ന് അത് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ കണ്ട ആൾക്കാരോടും എല്ലാവരോടും ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ, മുസ്ലിമായി ജനിച്ചവരും അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉംറക്കൊന്ന് പോയി ആ കഅബ ഷരീഫ് ഒന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റായി അവർ ബാഗും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഉമ്മിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എല്ലാം എടുത്തിട്ടില്ലേ, എല്ലാ സാധനങ്ങളും, ഫോണ്, ചാർജറുകൾ എല്ലാം എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അധികം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ദുആ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.